ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിൽ വന്ന് ആദ്യം അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കുറുമ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അതേപോലെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹോം ഷോപ്പത്തെ കുറുമ മസാല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു കറിക്കൂട്ടിൻ്റെ കുറുമ മസാല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് കുറുമ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇനി 1 സ്പൂണ് കുറുമ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടോ. പിന്നെ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ ഒരു പാത്രത്തിൽ അളന്ന് വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് നൂൽപുട്ടിന് മാവ് റെഡിയാക്കി എടുക്കുക. പലരും പല രീതിയിലാണല്ലേ നൂൽപുട്ടിന് മാവ് റെഡിയാക്കി എടുക്കുക. ചിലർ അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളത്തിൽ മാവ് ഉണ്ടാക്കും നൂൽപുട്ടിന്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ കുമിളകൾ വരുമല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കും കേട്ടോ. അങ്ങനെ ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഞാൻ മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്ത് ലാസ്റ്റ്. പിന്നെ ഇതേപോലെയുള്ള സ്റ്റീലിൻ്റെ തട്ടിലാണ് കേട്ടോ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്ലേറ്റിലാവുമ്പോൾ എന്താ പറയുക എളുപ്പം കഴിയും കേട്ടോ. ഇതിപ്പോൾ 6 പ്ലേറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ സ്റ്റാൻഡ് 3 എണ്ണമാണ് കേട്ടോ ഒരു ട്രിപ്പിൽ പോവുക. എന്നാലും നമ്മളിതൊക്കെ ഇതേപോലെ പീച്ചെടുത്തതിന് ശേഷം 3 എണ്ണം ഒരു സ്റ്റാൻഡുമ്മേൽ വെച്ച് അത് വെന്ത് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഇടയ്ക്ക് ഇടവേളയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരത്തിൻ്റെ അച്ചിൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അതേപോലെ പെട്ടെന്ന് പീച്ചെടുക്കാൻ പറ്റും. സ്റ്റീലിൻ്റെ നമ്മൾ ആ തിരിക്കണ അച്ചുണ്ടല്ലോ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ വലിയ നൂലേക്കാരം. ഇതാവുമ്പോൾ ചെറിയ നൂലേക്കാരം കേട്ടോ. അപ്പോൾ നൂൽപുട്ട് കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ആ തിരിക്കണ സ്റ്റീലിൻ്റെ അച്ചുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ പിന്നെ ഈ ഒരു മരത്തിൻ്റെ അച്ഛനെ തന്നെ എടുക്കൽ. എനിക്ക് ഇതുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ 6 പ്ലേറ്റിക്കും നൂൽപുട്ടൊക്കെ പീച്ചെടുത്ത് പിന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 എണ്ണം ഇതേപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒരു തേങ്ങയൊക്കെ പൊളിച്ച് ചിരകിയെടുത്ത് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കറിക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനും ബീഫും മട്ടനും ഒന്നും ഇല്ലെങ്കിലും പിന്നെ ഈ ഒരു കറിക്കൂട്ടിൻ്റെ കുറുമ മസാല കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വെച്ച നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ടായിന്. അത് മാറ്റി കൊടുത്ത് പിന്നെ വേറെ നമ്മൾ പീച്ചെടുത്തിനല്ലോ അത് സ്റ്റാൻഡുമ്മലൊക്കെ വെച്ച് അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറുമക്കറി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കറിലാണല്ലേ വേവിച്ചെടുത്തിനത്. അത് ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂണും കൂടെ കുറുമ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുറുമ മസാല ചേർത്താൽ തന്നെ ഈ കറി നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ പിന്നെ കിഴങ്ങ് അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിഴങ്ങ് ഉടച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് കൊണ്ടുള്ള. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ കറി സെറ്റായി. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതേപോലെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി ചിക്കനും ബീഫും മട്ടനൊന്നും കയ്യിലില്ലെങ്കിലും ഇതുപോലെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഹോം ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് കിട്ടുകയെന്ന് ഇങ്ങനെ ഓരോ കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ പഞ്ചായത്തിലും ഉണ്ട് കേട്ടോ ഹോം ഷോപ്പ്.
ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഏത് പഞ്ചായത്തിലാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഹോം ഷോപ്പിൻ്റെ HSOമാരുണ്ടാവും ഓരോ വാർഡിലും ഇത് വിൽക്കാനായിട്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇപ്പം ഞാൻ പിന്നെ അരിപ്പൊടിയാണെങ്കിലും അതേപോലെ ഇങ്ങനെ മസാലപ്പൊടികളും ഒക്കെ ഹോം ഷോപ്പിൽ തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. ഈ നൂൽപുട്ട് ഉണ്ടാക്കിയ അരിപ്പൊടിയൊക്കെ നമ്മൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. നല്ല അരിപ്പൊടി കേട്ടോ, നല്ല നൈസ് അരിപ്പൊടിയാണ്. നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനും നൈസ് പത്തിരി ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ 2 നൂൽപുട്ടൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. അതേപോലെ നമ്മൾ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ചൂടുള്ള കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. നമ്മൾ നൂൽപുട്ടിൻ്റെ കൂടെ മാത്രമല്ല പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായി കറി കേട്ടോ. എനിക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ആ ഒരു സമയത്ത് തൊലി കളയണ്ട, അതിന് ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ തക്കാളിയോ ഒന്നും അരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ മുറ്റത്ത് അടിച്ചു വരാനായിട്ടൊന്നുമില്ല. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറയും മുറ്റം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പുല്ല് വേഗം നിറയും എന്ന് പറയും. അപ്പോൾ വെറുതെ ഒന്ന് ചൂലെടുത്തിട്ട് ഒന്ന് അടിച്ചു വാരിട്ടോ. പിന്നെ അകം അടിച്ചു വരാൻ ചിഞ്ചുമോളുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ അതോള് ചെയ്തോളും. അപ്പോൾ ഞാൻ ചോറിന് കറിയും വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ചിഞ്ചുമോൾക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് പോവും. അപ്പോഴത്തേന് വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ചോറ് ഞാൻ രാവിലെ തന്നെ അടുപ്പത്തിട്ടീനല്ലോ, അത് വെന്തിക്കണം കേട്ടോ. ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പരിപ്പും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽക്കൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം അല്ല കേട്ടോ, 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചുമന്ന മുളക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരി നമുക്ക് കാബേജ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ കാബേജൊക്കെ ഞാൻ കഴുകി ഇതാ മുറിച്ചുകൊണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഞ്ജുമോളും ചോറൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉച്ചയ്ക്ക് വിടും, കാരണം നാളെ എക്സാം അല്ലേ. അപ്പോൾ പിന്നെ ഓക്ക് ചോറൊന്നും പാത്രത്തിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ കാബേജൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ചോറ് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു അടുപ്പിൽ ഇതാ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പം ഇതേപോലെയുള്ള കാസ്റ്റേൻ്റെ പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ അധികം യൂസ് ചെയ്യൽ. പ്രത്യേകിച്ച് ഈ ഒരു ചട്ടി കിട്ടിയപ്പോൾ ഇതിൽ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കലും അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാണ്ടെങ്കിലൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യൽ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള നല്ലൊരു ചട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ തീ നല്ലോണം കത്തി ചട്ടിയാണ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണോ കുക്ക് ചെയ്യണത് അതേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. വിറകും അധികം കത്തിക്കണ്ട. ഇനിയിപ്പോൾ ഗ്യാസ്മേലാണെങ്കിൽ ഗ്യാസും അധികം ചിലവാവില്ല, അടുപ്പിലാണെങ്കിൽ വിറകും അധികം ചിലവാവില്ല. പിന്നെ ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ കുക്ക് ചെയ്ത ഐറ്റം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെ ഉപ്പേരിയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. കുറച്ച് നേരം ആയിക്കണം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചാണ്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് അതേപോലെ കാബേജ് അരിഞ്ഞതൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തീനി. പിന്നെ ഒന്ന് വെന്തതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിവേരിന് ചേർത്തിട്ടുണ്ടായിന്. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചേന് കേട്ടോ. അങ്ങനെ അതൊക്കെ വെന്ത അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു മണ്ണിൻ്റെ കലത്തിൽ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിന് ഞാൻ. പരിപ്പ് വേവിക്കാൻ വെച്ചപ്പം അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളും മുളക് പൊടിയൊക്കെ ചേർത്തീന് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്തപ്പോൾ പിന്നെ അതിക്ക് നമ്മൾ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിനല്ലോ കുറച്ച് നേരത്തെ, അപ്പോൾ അതും ഒക്കെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് ഏകദേശം നല്ലോണം വെന്തിക്കണം കേട്ടോ. പിന്നെ ചില പരിപ്പുണ്ടല്ലോ പെട്ടെന്നാണ് വെന്ത് കിട്ടൂല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നേരത്തെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടോ. ചിലത് പിന്നെ കുമ്പളങ്ങി പരിപ്പും ഒപ്പിട്ടാലും വേവും. അപ്പോൾ ഈ പരിപ്പിന് കുറച്ച് വേവുണ്ടായിന് കേട്ടോ, അതുകൊണ്ട് ആദ്യം അത് വേവിക്കാൻ വെച്ചത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മീൻകാരൻ വന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് ഒന്ന് നന്നാക്കി എടുക്കണം. ഇനി കത്രിക വെച്ചിട്ട് മീൻ നന്നാക്കാൻ എളുപ്പമാണ് കേട്ടോ. ആദ്യമൊക്കെ കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ മീൻ നന്നാക്കിയത്. ഇപ്പോൾ ഈ കത്രിക കിട്ടിയപ്പോൾ പിന്നെ കത്രിക കൊണ്ട് തന്നെയാണ് കേട്ടോ മീൻ നന്നാക്കൽ. മീനിൻ്റെ ചെതമ്പൽ കളയാനും അതേപോലെ ഇതേപോലെയുള്ള ചിറകുകളൊക്കെ വെട്ടാൻ കത്തിനെ കാട്ടിലും ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കത്രിക കൊണ്ടാണ് കേട്ടോ എനിക്ക്. ആദ്യം ഞാൻ കത്തി വെച്ചിട്ട് തന്നെയല്ലേ മീൻ നന്നാക്കിയത്, നിങ്ങൾ കാണലുണ്ടാവുമല്ലോ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ. എന്നാലും കത്തി വേണം കേട്ടോ, മീനൊക്കെ വരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ കത്തി വേണം. അങ്ങനെ മീനൊക്കെ നന്നാക്കി. മീൻ നന്നാക്കാൻ ഞാനിവിടെ അലക്കണ കല്ലിൻ്റെ അടുത്ത് കേട്ടോ പോരൽ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂച്ചയും കാക്കയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുക്കുക. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാ കറി വന്ന് നോക്കിയപ്പം കറിയും വെന്തിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ വെന്തിക്കണം കേട്ടോ. കുമ്പളങ്ങയും തക്കാളിയും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിനി കുറച്ച്, അതായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടായിട്ട് പിന്നെ നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. പിന്നെ ഈ മണ്ണിൻ്റെ കലത്തിലാണെങ്കിലും മണ്ണിൻ്റെ ചട്ടിയിലാണെങ്കിലും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കലപ്പം ഞാൻ അധികം എടുക്കലേ ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ആ ഒരു കലത്തിൽ കറി ഉണ്ടാക്കാൻ തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് അത് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കറിയായി. പിന്നെ അടുപ്പത്ത് തന്നെ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനിൽ മസാല അധികം പിടിക്കാനുള്ള ടൈമില്ല കേട്ടോ. ചിഞ്ചുമോൾക്ക് പോകണമെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ കുറച്ച് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കണ ഈ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, ഇതും ഇൻഡസ്വാലിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം. കുറേ ആയി നമ്മളിത് ഈ ഒരു ഫ്രൈ പാൻ നമുക്ക് കിട്ടിയിട്ട്. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു തേപ്പും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. ഇങ്ങനത്തെ പിന്നെ ഇരുമ്പിൻ്റെ പാനാകുമ്പം അങ്ങനത്തെ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഇങ്ങനെ എന്താ പറയുക, നല്ലതായി വരികയേ ചെയ്യുള്ളൂ. ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോഴേ എണ്ണയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് വരികയേ ചെയ്യുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ മീനൊക്കെ തിരിച്ചിടാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ അങ്ങനെ ചട്ടിയിൽ പിടിക്കുകയൊന്നും ചെയ്യൂല. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുന്ന ഇൻഡസ്വാലിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും. ഇന്നലെ ഒരു ഇത്ത എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ, ഈ ഒരു ഫ്രൈ പാനിൽ നമ്മളെ ചീയപ്പം ഉണ്ടല്ലോ, ചീയപ്പം ചൂടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചീയപ്പം ചൂടാട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുട്ടിട്ടുണ്ടായിന്. ആ ഒരു ഫ്രൈ പാൻ ഫസ്റ്റ് കിട്ടിയ ഒരു സമയത്ത് ഞാൻ ദോശയും അതേപോലെ ചീയപ്പം ഒക്കെ ഉണ്ടാക്കിനി കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ അതിൽ ഉണ്ടാക്കലില്ല. നമുക്ക് ഉണ്ടല്ലോ ചീയപ്പം ചൂടാനുള്ള ചട്ടി നമുക്ക് വേറെ ഉണ്ട്. എന്നാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കണം കേട്ടോ, അതിൽ കുഴപ്പമില്ല. ദോശയും അതേപോലെ ചീയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ചിഞ്ചുമോൾക്ക് ചോറ് ഒക്കെ പ്ലേറ്റിക്ക് വിളമ്പി കറി ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അച്ചാറുണ്ടല്ലോ, ഇതും നമ്മളെ ഹോം ഷോപ്പിൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ജിഞ്ചിന്നാങ്കിടിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. ഒരു യൂണിറ്റിൻ്റെ പേര് മാസ്ലവ് ആണ്. പിന്നെ അച്ചാറിൻ്റെ പേര് ജിഞ്ചിന്നാങ്കിടിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതേപോലെ വറമാങ്ങ വറനാരങ്ങ ഒക്കെ പറഞ്ഞിട്ട് അടിപൊളി അച്ചാറുകളുണ്ട് ഓരോ കയ്യിൽ. അങ്ങനെ ചോറൊക്കെ വിളമ്പി ചിഞ്ചുമോൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.